ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ പേരുണ്ട് ഹെയറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ ലെങ്ത് ആവാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ആക്ച്വലി എൻ്റെ ഹെയർ ഇപ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ട്, ഇത്രയും തിക്നെസ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ആക്ച്വലി ഞാൻ ഇതിന് വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. എനിക്ക് പാരമ്പര്യമായിട്ട് അമ്മയ്ക്ക് മുടിയുള്ള കാരണം ആ ഒരു ഹെയറാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. എനിക്ക് മാത്രമല്ല, അനിയത്തിക്കും അതെ അത്യാവശ്യം ഇത്രയും ഹെയർ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എക്സ്ട്രാ കാര്യം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഞാൻ യൂസ് ചെയ്യും. ആൽപ്സ് ഗുഡ്നസിന്റെ ഹെയർ വാട്ടർ. ഇതെന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ അത്യാവശ്യം നെറ്റ് കയറുന്ന ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പം അതിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം, ഓവറോൾ ഹെഡിൽ ഞാൻ യൂസ് ചെയ്യില്ല. ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. രാത്രി കിടക്കണം നേരത്തെ യൂസ് ചെയ്തിട്ട് രാവിലെ ഹെയർ വാഷ് ചെയ്യണം പതിവ്. ഇത് നമ്മൾ തേച്ചുകൊണ്ട് നമുക്ക് ഹെയറിന്റെ ലെങ്ത് കൂടുക, തിക്നെസ് കൂടുക, അങ്ങനത്തെ ഒരു സംഭവമല്ല കേട്ടോ. ഇത് മെയിനായിട്ട് നമുക്ക് ബേബി ഹെയർസ് വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നത് എനിക്ക് ഈ ഐറ്റം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ് ഞാൻ ഹെയർ കെയർ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ എണ്ണയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഒരു ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം എൻ്റെ ഹെയർ കണ്ടോ, രണ്ടും രണ്ട് ടൈപ്പായിട്ട് നിൽക്കണം. അടിഭാഗമൊക്കെ അത്യാവശ്യം സ്ട്രെയിറ്റും ഭാഗം കുറച്ച് വേവി ആയിട്ടാണ്. ഇത് ബോട്ടോക്സ് ചെയ്ത കാരണമാണ്. ബോട്ടോക്സ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മുടി കുറേയൊക്കെ പൊട്ടി പൊട്ടി പോയിട്ടുണ്ട്. പിന്നെ ന്യൂ ഹെയർ വരുന്നത് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പണ്ട് എനിക്കൊരു മണ്ടത്തരം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷോർട്ട് ഹെയർ എനിക്ക് നല്ല ലുക്കും കാണിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഹെയർ. പിന്നെ ഒരു 2-3 കൊല്ലം എടുത്തു ഇത്രയും ഹെയർ ലെങ്ത് ആവാൻ വേണ്ടി. ഞാൻ ഇപ്പോഴൊന്നും വിട്ടില്ല, അത്യാവശ്യം ലെങ്തായതിനു ശേഷം മാത്രമേ വിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ബേബി ഹെയർസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആൽപ്സ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യണം. ബേബി ഹെയർസിന് വേണ്ടി മാത്രം, അല്ലാണ്ട് ഹെയർ നല്ല തിക്കായിട്ട് വളരും, നല്ല ലെങ്ത് ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എൻ്റെ അമ്മ പണ്ട് ഹെയർ വളരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നൊരു കാര്യമാണ് കഞ്ഞിവെള്ളം. നമ്മൾ കുളിക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം, തലേദിവസത്തെ കഞ്ഞിവെള്ളം വേണം. അത് ഈ മൺചട്ടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അത് കുളിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അധികം നേരം നിൽക്കാൻ പാടില്ല, നമുക്ക് പനി ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഒക്കെ അപ്ലൈ ചെയ്താൽ മതി. ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക, അപ്പം തന്നെ വാഷ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റാത്തതുകൊണ്ട് ജലദോഷം കാര്യങ്ങളൊക്കെ. അമ്മ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കല്യാണത്തിന്റെ സമയത്ത് അത്യാവശ്യം നല്ല എന്താ പറയുക, കാലിന്റെ മുട്ടിന്റെ അവിടെ വരെ അത്രയ്ക്കൊക്കെ മുടി ഉണ്ടായിരുന്നു. അപ്പം അമ്മ അത് യൂസ് ചെയ്തിട്ടുണ്ട്, അമ്മയ്ക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാണ്ട് തന്നെയാണ് ഇത്രയും ഹെയർ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബേബി ഹെയർസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ സാധനങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വേറെ വീഡിയോസ് കാണാൻ പറ്റും.